ഇവിടെ അരവിന്ദിന്റെ തന്നെ വേറൊരു ചോദ്യവുമുണ്ട്. 1965 CPIM മുസ്ലിം ലീഗുമായി ചേർന്ന് മത്സരിച്ചതുകൊണ്ടല്ലേ 40 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞത് എന്നാണ് ചോദ്യം. പഴയ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണത്. CPIM ഒരു പാർട്ടി എന്ന നിലക്ക്, CPIM എന്ന നിലക്ക് നേരിട്ട ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പ് ഫലവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. CPIMന്റെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അത് അന്നുള്ള ഒരു പ്രത്യേകത, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രധാന പ്രവർത്തകരും ഭൂരിഭാഗം ജയിലിൽ കഴിയായിരുന്നു. അന്ന് രാജ്യദ്രോഹികൾ എന്ന് മുദ്രയടിക്കപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ് ജയിലിലടച്ചതായിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്ഥാനാർത്ഥികളായ പലരും ജയിലിൽ കിടന്നുകൊണ്ടാണ് നോമിനേഷൻ നൽകിയത്. സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ രംഗത്ത് ഇറങ്ങാനായില്ല. ചുരുക്കം വിരലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് പുറത്തുണ്ടായിരുന്നത്. EMS, AKG തുടങ്ങി ചുരുക്കം പേര് പുറത്തുണ്ടായിരുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രം ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിലാണ് CPIMന്റെ ചിഹ്നമാകുന്നത്. കോൺഗ്രസിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്തായിരുന്നു അന്ന് ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായിരുന്ന നിലപാട്. ആ സാഹചര്യത്തിൽ കേരളത്തിലുള്ള ഇടതുപക്ഷ പാർട്ടികളുമായി യോജിച്ച് മത്സരിക്കണം എന്ന് തന്നെയാണ് CPIM കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിഭക്ത പാർട്ടിയുടെ പിളർപ്പിന് ശേഷമുള്ള നിലയാണെങ്കിലും CPIയും മറ്റൊരു ഇടതുപക്ഷ പാർട്ടിയായ RSPയും യോജിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന നിലപാട് CPIM സ്വീകരിച്ചു. പക്ഷേ ആ യോജിപ്പ് രണ്ട് പാർട്ടികളും അതിനോട് യോജിക്കാത്തതിൻ്റെ ഫലമായി സാധ്യമായില്ല. അങ്ങനെ CPIM ഇത്തരത്തിലൊരു യോജിപ്പ് സാധ്യമാകാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ CPIMനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ജനങ്ങൾ തിരഞ്ഞെടുത്തു. CPIക്ക് യഥാർത്ഥത്തിൽ കിട്ടിയത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, 2 സീറ്റ് അല്ലെങ്കിൽ 3 സീറ്റ് എന്നാൽ വേറൊരു സാഹചര്യം നിലനിൽക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് 2ഓ 3ഓ എന്ന് പറയുന്നത്.
ഇങ്ങനെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രധാന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുമായി CPIM സ്ഥാനാർത്ഥികൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അന്ന് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, CPI ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം CPIMനെതിരെ മത്സരിക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ കാര്യമാണല്ലോ പ്രത്യേകം ചോദിച്ചത്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പലതിലും ലീഗും CPIMും തമ്മിലാണ് പ്രധാന മത്സരം നടന്നത്. അതിന് മലബാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കിയാൽ മതി. മലപ്പുറം മേഖലയിൽ ആ ഘട്ടത്തിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചിരുന്നില്ല. 2 മണ്ഡലങ്ങളിലാണ് ആ തെരഞ്ഞെടുപ്പിൽ CPIM ജയിച്ചത്. ഒന്ന് മങ്കട, CPIMന്റെ മുതിർന്ന നേതാവ് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് അന്ന് ജയിച്ചത്. പാലോളി പരാജയപ്പെടുത്തിയത് ലീഗിലെ KK സയ്യിദ് ഹുസൈൻ കോയയാണ്. 1293 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് പാലോളിക്ക് ലഭിച്ചത്. മറ്റൊരു മണ്ഡലം പെരിന്തൽമണ്ണയാണ്. സഖാവ് C കോയയാണ് അന്ന് അവിടെ വിജയിച്ചത്. C കോയ പരാജയപ്പെടുത്തിയത് ലീഗ് സ്ഥാനാർത്ഥി K ഹസനെയായിരുന്നു. 5038 വോട്ടിൻ്റെ ഭൂരിപക്ഷം CPIMനുണ്ടായിരുന്നു. മലപ്പുറം, കുറ്റിപ്പുറം മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അവിടങ്ങളിൽ 2ാം സ്ഥാനത്ത് CPIM ആയിരുന്നു. മലപ്പുറത്ത് MBM അഹമ്മദ് കുരിക്കൾ ജയിച്ചപ്പോൾ CPIMലെ P അഹമ്മദ് കുട്ടി 2ാം സ്ഥാനത്തെത്തി. കുറ്റിപ്പുറത്ത് ലീഗിലെ മോഹസിൻ ബിൻ അഹമ്മദ് വിജയിച്ചപ്പോൾ CPIMലെ TR കുഞ്ഞികൃഷ്ണൻ 2ാമതെത്തി. ഞങ്ങളുടെ മുതിർന്ന നേതാവ് സഖാവ് CH കണാരൻ വിജയിച്ച നാദാപുരത്ത് ലീഗിന് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു. കോൺഗ്രസിന് പിന്നിൽ ലീഗാണ് അവിടെ 3ാം സ്ഥാനത്തെത്തിയത്. KPR വിജയിച്ച മാടായിയിലും PV കുഞ്ഞമ്പ് വിജയിച്ച നീലേശ്വരത്തും ലീഗിന് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. MK കേളുവേട്ടൻ വിജയിച്ച മേപ്പയ്യൂരിൽ, ചാത്തുണ്ണി മാസ്റ്റർ വിജയിച്ച ബേപ്പൂരിൽ ലീഗ് 3ാം സ്ഥാനത്തായിരുന്നു. ഇതിൽ തലശ്ശേരിയിലെ കാര്യം എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കമെന്ന് വേണം നമുക്ക് പറയാം. ഒരു സംഘടനാ രംഗത്തുള്ള പ്രവർത്തനം. CPIMലെ പാട്യം ഗോപാലനായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥി P നാണു. VR കൃഷ്ണയ്യർ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. CPIയുടെ പിന്തുണയോടെയായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം. അന്ന് VR കൃഷ്ണയ്യർക്ക് അവിടുത്തെ ലീഗിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷേ പാട്യം ഗോപാലനാണ് വിജയിച്ചത്. P നാണുവിനെ
തോൽപ്പിച്ചുകൊണ്ടാണ് വിജയം. കൃഷ്ണയ്യർ 3-ാം സ്ഥാനത്തായി. ലീഗ് ജയിച്ച തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കൊണ്ടോട്ടി ഇത്തരം മണ്ഡലങ്ങളിലും കടുത്ത എതിരാളിയായി തന്നെ CPIM ഉണ്ടായിരുന്നു. അതായത് 65-ൽ ലീഗിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും ലീഗും CPIM തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടന്നത്. ചില മണ്ഡലങ്ങളിൽ ലീഗിനു മേൽ വിജയം കൈവരിക്കാനും പാർട്ടിക്ക് കഴിഞ്ഞു. ഇതാണ് ചരിത്ര വസ്തുത. അതിൻ്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPIM മാറുകയും ചെയ്തു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവർ CPIM 40 പേര് ജയിച്ചു വന്നു. കോൺഗ്രസ് 36, കേരള കോൺഗ്രസ് 23, SSP 13, മുസ്ലിം ലീഗ് 6, CPI 3, CPIM സ്വതന്ത്രർ അടക്കമുള്ള 12 സ്വതന്ത്രർ, വിവിധ കക്ഷികളുടെ പിന്തുണയുള്ള 12 സ്വതന്ത്രർ. ഇതായിരുന്നു കക്ഷിനില. ആ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിശദാംശങ്ങളും എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഒരുപാട് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടതെല്ലാം ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. 65-ലെ പാഠം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്നീട് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനായി എന്നതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായി പിന്നീടുള്ള സഖ്യരൂപീകരണങ്ങൾക്ക് അതൊരടിത്തറയായി മാറി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ലീഗിൻ്റെ പിന്തുണയോടെ CPIM വിജയിച്ചു വരികയായിരുന്നില്ല. ലീഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും ലീഗിനെ അടക്കം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് CPIM വിജയിച്ചു വന്നത്. ഇവിടെ